ഹലോ എവരിവൺ, സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് വരും, അതിൽ എന്തൊക്കെയാണ് പറയുന്നത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, സിലബസ് എന്താണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കഴിഞ്ഞ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന്റെ മെക്കാനിക്കൽ പാർട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും ഒന്നും ഇന്ന് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല സമയപരിമിതി മൂലം. സോ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 25 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക. കൂടുതലൊന്നും പറയുന്നില്ല, ആദ്യമേ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം: ദി വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂ ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, ലിക്വിഡ്സിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയും. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് കുറയുന്നത് എന്നാണ് ചോദ്യം. ഒന്ന്, ഓപ്ഷൻ എ ഡിക്രീസ്ഡ് കോഹസീവ് ഫോഴ്സസ്, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ് കോഹസീവ് ഫോഴ്സസ്, ഓപ്ഷൻ സി ഡിക്രീസ്ഡ് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ, ഓപ്ഷൻ ഡി ഇൻക്രീസ്ഡ് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ. ഓക്കെ, ഇതിൽ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ലിക്വിഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ലിക്വിഡിൽ എന്തില്ല, നമുക്ക് വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വിസ്കോസിറ്റിക്ക് കാരണമാകുന്നത് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ അല്ല. സോ ആദ്യമേ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആർക്കാണ് ബാധകമാകുന്നത്? കൂടുതലുമായും ഗ്യാസിനാണ് ബാധകമാകുന്നത്. സോ നമുക്ക് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറിനെ ഒഴിവാക്കാം. ഇനിയുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഡിക്രീസ്ഡ് കോഹസീവ് ഫോഴ്സസ്, ഇൻക്രീസ്ഡ് കോഹസീവ് ഫോഴ്സസ്. എന്താണ് കൊഹഷൻ, എന്താണ് കോഹസീവ് ഫോഴ്സസ്? സെയിം ടൈപ്പ് ഓഫ് ആൾക്കാർ, അതായത് വെള്ളം അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ കെറോസിൻ, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്, അവർ തമ്മിലുള്ള പരസ്പരം അട്രാക്റ്റീവ് ഫോഴ്സ്, അവരുടെ പരസ്പര ആകർഷണ ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗ്യാങ്ങിനെ, ഭയങ്കര കൂട്ടായിട്ട് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഗ്യാങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരിക്കലും പിരിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് അവരെ ചിതറിക്കാനൊന്നും പറ്റില്ല. അവരെപ്പോഴും ഭയങ്കര ടൈറ്റ് ആണ്, സ്ട്രോങ് ആണ്. സോ എന്ത് ചെയ്യും? അവർ തമ്മിൽ ബോണ്ട് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ നമുക്ക് ചിതറിച്ച് ഒഴുക്കി കളയാൻ പറ്റുള്ളൂ, തന്നെയല്ലോ ആണ്. അതുപോലെയാണ് ലിക്വിഡ്സിന്റെ കേസിലും. എന്താണ്? കോഹസീവ് ഫോഴ്സ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല? അവരുടെ വിസ്കോസിറ്റി കൂടുതലാണ്. കോഹസീവ് ഫോഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ വിസ്കോസിറ്റി എന്താണ്? കുറവാണ്. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്തുകൊണ്ട്? ഡിക്രീസ്ഡ് കോഹസീവ് ഫോഴ്സസ്, അവരുടെ കോഹസീവ് ഫോഴ്സസ്, അതായത് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്, ലിക്വിഡ് മോളിക്യൂൾസിന്റെ പരസ്പരമുള്ള ബോണ്ടിങ് കുറയുന്നു. അത് കാരണം വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം: ഇൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ദി ഷിയർ സ്ട്രെസ് ഈസ്. എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, അഥവാ ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy, അല്ലെങ്കിൽ ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു dθ/dt. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തിനാണ്? വെലോസിറ്റി ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിഫോർമേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനെയാണ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ എ നോക്കാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വിസ്കോസിറ്റി, അല്ല. ഓപ്ഷൻ ബി നോക്കാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വിസ്കോസിറ്റി, അതുമല്ല. സോ ഇനി അടുത്ത ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിഫോർമേഷൻ റേറ്റ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഷിയർ സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. മിക്ക ആൾക്കാരും ആദ്യം എന്ത് പറയും? ഓക്കെ, ഷിയർ സ്ട്രെയിൻ കണ്ടു, അതോ ഇവിടെ ഷിയർ സ്ട്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഇവിടെ ഷിയർ സ്ട്രെയിൻ ഉണ്ട്. സോ ഉടനെ എന്താണ്? എല്ലാവരും ഓപ്ഷൻ ഡി ശരി എന്ന് പറഞ്ഞ് കറപ്പിക്കും, ഓമാർ കറപ്പിക്കാൻ തുടങ്ങും. പക്ഷെ ഓപ്ഷൻ ഡി തെറ്റാണ്. എന്താണ്? ഷിയർ സ്ട്രെയിൻ അല്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് ആൻസർ. ഇവിടെ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഉണ്ടോ? ഇല്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇല്ല. പകരം എന്തുണ്ട്? ഡിഫോർമേഷൻ റേറ്റ് എന്നുണ്ട്. ഡിഫോർമേഷൻ തന്നെയല്ലേ നമ്മുടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. the Newtonian fluids, the shear stress is directly proportional to the deformation rate.
ഓക്കെ, അടുത്ത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫയർ പോയിന്റും ഫ്ലാഷ് പോയിന്റും. ഓക്കെ, എന്താണ് ഫയർ പോയിന്റ്, എന്താണ് ഫ്ലാഷ് പോയിന്റ്? ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഫയർ പോയിന്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ്. ഓപ്ഷൻ ബി എന്താണ്? ഫയർ പോയിന്റ് ഈസ് ലോവർ ദാൻ ഫ്ലാഷ് പോയിന്റ്. ഇനി there is no relation between fire point and the flash point. Sometimes fire point is higher and sometimes flash point is higher. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓക്കെ, അതിലെന്താണ് ഫയർ പോയിന്റ്, എന്താണ് ഫ്ലാഷ് പോയിന്റ് എന്ന് അറിയണം. ഒരു ലിക്വിഡ് നമ്മുടെ ഫ്ലെയിം അല്ലെങ്കിൽ തീ ചൂട് കൊടുക്കുന്ന ഒരു സോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ഉയർന്ന് ഇത് വേപ്പറൈസ് ആവാൻ തുടങ്ങും. കുറച്ച് വേപ്പറൈസ് ആവുന്ന സമയത്ത് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വേപ്പർ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് പെട്ടെന്ന് ഫ്ലാഷ് ആവാൻ തുടങ്ങുന്നു. ഫ്ലാഷ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു തീ, ഒരു ബ്രീഫായിട്ടൊരു ഫയർ ഉണ്ടാവുന്നു. അതിനെയാണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രമാത്രം ടെമ്പറേച്ചർ, ഒരു മിനിമം ടെമ്പറേച്ചർ ആണ്, എത്രമാത്രം ടെമ്പറേച്ചർ ആ ഫ്ലെയിം കൊണ്ടുവരുമ്പോൾ ഒരു മിനിമം ഫ്ലാഷ് ഉണ്ടാവുന്നു, അതിനെ പറയുന്ന പേരാണ് എന്താണ്? ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്? ഇവിടെ ഫ്ലാഷ് ഉണ്ടായി, പക്ഷെ ഫ്ലാഷ് ഭയങ്കര ബ്രീഫാണ്, പെട്ടെന്ന് അണഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഫ്ലെയിമിന് ചൂട് കുറച്ചും കൂടെ കൂട്ടുകയാണ്, കൂട്ടി രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്തി, T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എത്തി. അപ്പോൾ കുറച്ചുകൂടി അധികം ഗ്യാസ് മോളിക്യൂൾസ് ഇവാപറേറ്റഡ് വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കത്താൻ തുടങ്ങി. അത് മിനിമം ഒരു 5 സെക്കൻഡ് എങ്കിലും ആ ഫയർ എന്ത് ചെയ്തു? സസ്റ്റെയിൻ ചെയ്തു, നിലനിന്നു. അപ്പോൾ കുറച്ചു നേരം ആ തീ കത്തി. അപ്പോൾ എത്ര ടെമ്പറേച്ചർ വേണം, എത്ര മിനിമം ടെമ്പറേച്ചർ വേണ്ടി വന്നു, അത്ര ഒരു 5 സെക്കൻഡ് എങ്കിലും ആ തീ ഫയർ ചെയ്യാനായിട്ട്, സസ്റ്റെയിൻ ചെയ്യാനായിട്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പോഴേ കാര്യം പറഞ്ഞു, എന്താണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്? എപ്പോഴും ഫ്ലാഷ് പോയിന്റിനേക്കാൾ കൂടുതലാണ്. എപ്പോഴും ഫ്ലാഷ് നടന്നിട്ടേ ഫയർ ഉണ്ടാവാറുള്ളൂ. അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ ഏറ്റവും കുറഞ്ഞ കേസിൽ മിക്കപ്പോഴും ഫ്ലാഷ് പോയിന്റിനെക്കാളും 10 ഡിഗ്രി എങ്കിലും കൂടുതലായിരിക്കും എന്താണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഫയർ പോയിന്റ് ഈസ് ഹയർ ദാൻ ദി ഫ്ലാഷ് പോയിന്റ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൽ ലിക്വിഡ് എൻ്റർ ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താ യൂസ് ചെയ്യുന്നതെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം, അല്ലേ, കിണറിൽ നിന്നൊക്കെ വെള്ളം മുകളിലോട്ട് പമ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ വെള്ളം എൻ്റർ ചെയ്യുന്ന വിചാരിച്ചോ. ഇമ്പല്ലറുണ്ട്, ഇത് കേസാണ്, ഇതൊരു സെൻട്രിഫ്യൂഗൽ പമ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോഴ്സിൽ നിന്ന് വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? ഐ ഓഫ് ദി ഇമ്പല്ലർ. ഇവിടെ നിന്ന് ഇമ്പല്ലറിന്റെ സെന്ററിലോട്ട്, ഐ ഓഫ് ദി ഇമ്പല്ലറിലോട്ടാണ് എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ വാട്ടർ പമ്പ് ചെയ്യുന്നത്. സോ ആൻസർ എന്താ? ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ദി ലിക്വിഡ് എൻറ്റേഴ്സ് അറ്റ് ദി സെന്റർ ഓഫ് ദി ഇമ്പല്ലർ. സെന്ററിലാണ് എങ്ങോട്ട് പോകുന്നത്? വെള്ളം എൻ്റർ ചെയ്യുന്നത്. ഈ സെന്ററിൽ നിന്നാണ് മുകളിലോട്ട് എന്ത് ചെയ്യുന്നത്? വെള്ളം പമ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദി ടൈപ്പ് ഓഫ് ഫ്ലോ വിച്ച് ദി വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഈസ് കാൾഡ്. അതായത് വേറൊന്നുമില്ല, സ്പേസ് മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. എന്താണ്? സ്പേസ് മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയിൽ എന്തുണ്ടാവുന്നില്ല? ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള ഫ്ലോയെ എന്തെന്ന് പറയും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ യൂണിഫോം ഫ്ലോ, ഓപ്ഷൻ സി സ്റ്റഡി ഫ്ലോ, ഓപ്ഷൻ ബി കംപ്രസിബിൾ ഫ്ലോ, ഓപ്ഷൻ ഡി റൊട്ടേഷണൽ ഫ്ലോ. ആൻസർ ഓപ്ഷൻ എ യൂണിഫോം ഫ്ലോ ആണ്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആയി? നമുക്ക് നോക്കാം. കംപ്രസിബിൾ ഫ്ലോ എന്താ? കംപ്രസിബിൾ ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഗ്യാസ്, എയർ, സ്റ്റീം അതൊക്കെ പമ്പ് ചെയ്യുന്നത് കംപ്രസിബിൾ ഫ്ലോ ആണ്. എന്താ? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ല. ഏതില്? കംപ്രസിബിൾ ഫ്ലോയില്. ഓക്കെ, ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത ഫ്ലൂയിഡ് ഫ്ലോയാണ് കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും.
ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ ബി ഡെഫിനേഷൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഇതല്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ അല്ല. ഓപ്ഷൻ സി സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോയുടെ കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, ഇതിൽ പറയുന്നത് ശരിയാണ്. ഒരു ഫ്ലോ നടക്കുന്നു, പക്ഷേ സ്പേസിനനുസരിച്ചല്ല, ടൈമിനനുസരിച്ച് ആ ലിക്വിഡ് ഫ്ലോയിലെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഏത്? സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഞാനൊരു നോസിൽ വരച്ചു. ഇവിടുത്തെ ഫ്ലോ ഇത് x1, ഇത് x2, 2 പോയിന്റ് എടുക്കുന്നു. t1 എന്ന് പറയുന്ന ടൈമിൽ ഈ x1 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാവുന്ന വെലോസിറ്റി v1, x2 എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാവുന്ന വെലോസിറ്റി v2. ഓക്കെ, t1 എന്ന് പറയുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? x1ലെ വെലോസിറ്റി v1, x2ലെ വെലോസിറ്റി v2. ഇനി ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇതേ സ്ഥലത്ത് വീണ്ടും വെലോസിറ്റി മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നു, അതായത് രണ്ടാമത്തെ സമയം t2. x1ലെ വെലോസിറ്റി അളന്ന് നോക്കി, വെലോസിറ്റി ചേഞ്ച് ഇല്ല. v1 തന്നെയാണ് വെലോസിറ്റി, ചേഞ്ച് ഇല്ല. കുറച്ച് അപ്പുറത്ത് പോയിട്ട് x2ലെ വെലോസിറ്റിനെ അളന്ന് നോക്കി, അപ്പോഴും വെലോസിറ്റി ചേഞ്ച് ഇല്ല. v2 തന്നെയാണ് ഇവിടുത്തെ വെലോസിറ്റി. അപ്പൊ എന്ത് പറ്റി? ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടായില്ല. എന്തൊക്കെ പ്രോപ്പർട്ടീസാ? നമ്മുടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്രഷർ ആയിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിലും എന്തുണ്ടായില്ല? ചേഞ്ച് ഉണ്ടായില്ല. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഏത്? സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ചുള്ളതാണെങ്കിൽ സ്റ്റഡി ഫ്ലോ. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി റൊട്ടേഷണൽ ഫ്ലോ. എന്താണ് റൊട്ടേഷണൽ ഫ്ലോ എന്ന് വെച്ചാൽ? റൊട്ടേഷണൽ ഫ്ലോ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ഫ്ലൂയിഡ് ഒഴുകുകയാണ്. ഈ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്ന സമയത്ത് ഇതിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഒഴുകുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ. അങ്ങനെയുള്ള ഫ്ലോയെ പറയുന്ന പേരാണ് ഏത്? റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ആദ്യം ഇങ്ങനെ നിൽക്കുന്നു മോളിക്യൂള്, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായി, കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെയായി, അങ്ങനെ ത്രൂ ഔട്ട് ദി ഫ്ലോ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി അല്ല, ബി അല്ല, ഡി അല്ല. ഇനി ഏതേ ഉള്ളൂ ഓപ്ഷൻ? ഓപ്ഷൻ എ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ ഓപ്ഷൻ എയുടെ ഡെഫിനിഷൻ? അതായത് സ്പേസ് മാറുന്നതിനനുസരിച്ച്, പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഫ്ലൂയിഡ് ഫ്ലോയിൽ വ്യത്യാസം അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നില്ല. അതിനെ പറയുന്ന പേരാണ് ഏത്? നമ്മുടെ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു കോൺസ്റ്റന്റ് ഡയമീറ്റർ ഉള്ളൊരു പൈപ്പാണെന്ന് വിചാരിക്കുക. ആ പൈപ്പിനകത്തൂടെ വെള്ളം ഒഴുകുകയാണ്. ഓക്കെ, x1, x2, x3. ഞാൻ ഈ 3 പൊസിഷനിൽ, ഒരു സെയിം ലൈനിൽ 3 പൊസിഷനിൽ എന്ത് ചെയ്യുന്നു? വെലോസിറ്റി അളക്കുന്നു. എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സ്പേസ് മാറുന്നതനുസരിച്ച് പ്രോപ്പർട്ടീസ് ചേഞ്ച് ഇല്ലാത്തത് യൂണിഫോം ഫ്ലോയും, ടൈം മാറുന്നതനുസരിച്ച് പ്രോപ്പർട്ടീസ് ചേഞ്ച് ഇല്ലാത്തത് ഏതാണ്? സ്റ്റഡി ഫ്ലോയും ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ നോക്കാം. എ വെഞ്ചൂറിമീറ്റർ ഈസ് പ്രിഫേർഡ് ടു ആൻ ഓറിഫിസ് പ്ലേറ്റ് ബിക്കോസ്. എന്തുകൊണ്ടാണ് ഓറിഫിസ് പ്ലേറ്റിനെക്കാളും വെഞ്ചൂറിമീറ്റർ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഇതാണ് വെഞ്ചൂറിമീറ്റർ. ഏകദേശം ഇങ്ങനെ ഇരിക്കും വെഞ്ചൂറിമീറ്റർ കാണാനായിട്ട്. ഇതാണ് ഓറിഫൈസ് മീറ്റർ. ഇത് കാണുമ്പോൾ നമുക്ക് 2 കാര്യം ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നത്, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓറിഫിസ് പ്ലേറ്റ് ആണ്. ഏറ്റവും നന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഏതാ? അതും ഓറിഫിസ് പ്ലേറ്റ് ആണ്. ഇതെന്താണ്? ഇത് 2 വെഞ്ചൂറിമീറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട് 2 പൈപ്പ് കട്ട് ചെയ്യണം, അതിന് ഇടയ്ക്ക് കൊണ്ട് ഇതിന് ഫിറ്റ് ചെയ്യണം, പാടാണ്. ഇതാണെങ്കിലോ ജസ്റ്റ് ആ പൈപ്പിന്റെ ക്രോസ് സെക്ഷനിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതി, പ്ലേസ് ചെയ്താൽ മതി. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആദ്യമേ തെറ്റെന്ന് നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ഡി എന്താ? ഹൈ ലൈഫ് എന്നാ പറയുന്നത്.
ഇത് രണ്ടിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കാം, ആ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിരിക്കും. അത് ലൈഫ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടിയും ഫ്ലൂയിഡിന്റെ ഫ്ലോയൊക്കെ അനുസരിച്ചിരിക്കും. സോ ഓപ്ഷൻ ഡി നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എനർജി ലോസ് ഈസ് ലെസ്. എന്ത് എനർജിയാണ് ലോസ് ആവുന്നത്, എന്ത് എനർജിയാണ് ലോസ് ചെയ്യുന്നത്, കുറയുന്നത്? എനർജി ലോസ് ഈസ് ലെസ് എന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്ന എനർജി വളരെ കുറവാണ്. എനർജി നഷ്ടപ്പെടുന്നത് വളരെ കുറവാണെന്ന് വെച്ചാൽ എനർജി നഷ്ടപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. വെഞ്ചുറി മീറ്ററിന്റെ കേസിൽ എന്താണ്? ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു, ഗ്രാജുവൽ ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു, പിന്നെ ഗ്രാജുവൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡിന്റെ എനർജി ഒരിക്കലും എന്താണ് വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഫുൾ എനർജി ആയിട്ട് ഞാൻ ഒരാൾ നീന്തുകയാണെന്ന് വിചാരിച്ചു, ഒരാൾ നീന്തുകയാണ്. നീന്തുന്ന സമയത്ത് പതുക്കെ ഒരാൾ നീന്തുകയാണെന്ന് വിചാരിച്ചു, പതുക്കെ ഒരാൾ നീന്തുകയാണ്. ആ സമയത്താണോ അയാൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് നീന്തപ്പോഴാണ് പെട്ടെന്ന് ക്ഷീണിക്കുന്നത്. എപ്പോഴും പെട്ടെന്ന് ക്ഷീണിക്കുന്നത് ധൃതി പിടിച്ച് നീന്തപ്പോഴല്ലേ. നമ്മൾ വളരെ ഫാസ്റ്റിന് മൂവ് ചെയ്യാൻ നോക്കപ്പോഴല്ലേ പെട്ടെന്ന് ക്ഷീണിക്കുന്നത്. 1 കിലോമീറ്റർ ഒരാൾ പതുക്കെ നടക്കുന്നതും ഓടുന്ന നമ്മൾ വ്യത്യാസം എന്താ? നമ്മൾ പെട്ടെന്ന് തളരും ഓടുന്ന കേസിൽ. അതുപോലെയാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. വെഞ്ചുറി മീറ്ററിൽ പതുക്കെയാണ് ലിക്വിഡ് കോൺട്രാക്ട് ചെയ്യുന്നത്, പതുക്കെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ എന്താണ് എനർജി ലോസ് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും. പക്ഷെ ഒറിഫീസിന്റെ കേസിലോ ഈ പൈപ്പിലൂടെ മര്യാദയ്ക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടുവരുന്ന ലിക്വിഡിനെ ഒറിഫീസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, പല ഭാഗത്തോട് ചിതറി അത് ഫ്ലോ ചെയ്യുന്നു. ഹൈ സ്പീഡിൽ വരുന്ന ലിക്വിഡിനെ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സ്പേസ് കൺസ്ട്രെയിൻ ചെയ്ത് ഒരു ചെറിയ ഹോളിലൂടെ ഒറിഫീസിലൂടെ നമ്മൾ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുകയാണ്. എന്ത് പറ്റും? എനർജി ലോസ് എന്ന് പറയുന്നത് കൂടും. എനർജി ലോസ് കൂടും. കാരണം എന്താ? ഈ ഫ്ലൂയിഡ് എനർജി ഫുൾ എന്താ ഇതിൽ ഹിറ്റ് ചെയ്ത് തീരെയല്ലേ, ഈ മെറ്റൽ പ്ലേറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യല്ലേ. വളരെ കുറച്ച് ഫ്ലൂയിഡ് മാത്രമേ വെളിയിലോട്ട് പോകുന്നുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അത് നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യല്ലേ അത് പുറത്തോട്ട് പോകുന്നതിൻ്റെ സ്പേസിനെ. സോ എന്ത് പറയാം, ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ഒറിഫീസിലൂടെ പോകുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ എനർജി ലോസ് കൂടുകയാണ്. സോ എനർജി ലോസ് കുറവായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്ചാർജ് കൂടുകയുള്ളൂ. ഓക്കെ, ഒറിഫീസിലെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 0.6 to 0.66 ആണ്. വെഞ്ചുറി മീറ്ററിന്റെ കേസിലോ 0.95 to 0.98 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. സോ എനർജി ലോസ് എപ്പോഴും കുറവേദനയായിരിക്കും, വെഞ്ചുറി മീറ്ററിലായിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമ്പർ 7 പോവാം. ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് എ നോച്ച് ഇസ് ഈക്വൽ ടു. നോച്ച് എന്ന് വെച്ചാൽ എന്താ? നോച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ ചാനൽ ഉണ്ടല്ലോ, കനാലിലൊക്കെ കനാൽ പോലെ ഉള്ളത് ഓപ്പൺ ചാനൽ. ഓക്കെ, നമ്മുടെ തോട്ടിലൂടെ വെള്ളം ഒഴുകുന്ന, ഓടയിലൂടെ വെള്ളം ഒഴുകുന്നതൊക്കെ ആണെങ്കിൽ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയാം. നമ്മുടെ പൈപ്പ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുറ്റുപാടും ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും. നമ്മുടെ ഓടയൊന്ന് ആലോചിച്ച് നോക്കുക, കനാലൊന്ന് ആലോചിച്ച് നോക്കുക, അതൊക്കെ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ് എത്രമാത്രം വെള്ളം ഒഴുകുന്നു എന്ന് പെർ സെക്കൻഡ് ഒഴുകുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് നോച്ച് എന്ന് പറയുന്നത്. നോച്ച് പല വിധമുണ്ട്. ട്രയാങ്കുലർ നോച്ച് ഉണ്ട്, റെക്ടാങ്കുലർ നോച്ച് ഉണ്ട്, സ്റ്റെപ്പഡ് നോച്ച് ഉണ്ട്, പാരാബോളിക് നോച്ച് ഉണ്ട്, പലതരം നോച്ച് ഉണ്ട്. ഓക്കെ, ഈ നോച്ചിന്റെ ഹൈഡ്രോളിക് റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസിയായിട്ട് പറയാം. ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് എ നോച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് നോച്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഇതുമായിട്ട് മാച്ച് ആവുമെന്ന് നമുക്ക് നോക്കാം. ഏരിയ ഡിവൈഡ് ബൈ ദി സ്ക്വയർ ഓഫ് ദി വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ഡിവൈഡ് ബൈ ഓക്കെ ആണ്, പക്ഷെ സ്ക്വയർ ഉണ്ടോ ഇവിടെ? ഇല്ല, സ്ക്വയർ ഇല്ല. അപ്പൊ എന്തല്ല? ഓപ്ഷൻ എ കറക്റ്റ് അല്ല. ഓപ്ഷൻ ബി ഏരിയ ഡിവൈഡ് ബൈ ദി വെറ്റഡ് പെരിമീറ്റർ. നോക്കിയേ, ഏരിയ ഉണ്ടോ? ഏരിയ ഉണ്ട്. വെറ്റഡ് പെരിമീറ്റർ ഉണ്ടോ? വെറ്റഡ് പെരിമീറ്റർ ഉണ്ട്. അപ്പൊ ഏതാണ് ഓപ്ഷൻ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം.
ദി യൂണിറ്റ് ഓഫ് ഷേസീസ് കോൺസ്റ്റന്റ് സി, അതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഷേസീസ് ഫോർമുല എന്താ? വി ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. ഇതാണ് ഷേസീസ് കോൺസ്റ്റന്റ് എന്ന്, ഷേസീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് ആവറേജ് ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, സി ഷേസീസ് കോൺസ്റ്റന്റ്, റൂട്ട് ഓഫ് എം എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയും. ഇതെന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയും, ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ഷേസാസ് ഇക്വേഷൻ സി ഈക്വൽ ടു വി ബൈ റൂട്ട് എം ഐ. വി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആവറേജ് ഫ്ലോ വെലോസിറ്റി ആണെന്ന്. ആവറേജ് ഫ്ലോ വെലോസിറ്റി എന്താ? യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഇനി റൂട്ട് എം ഐ, എം ഞാൻ പറഞ്ഞു ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണെന്ന്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നോച്ചിന്റെ ചോദ്യത്തിൽ നമ്മളൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഇതിനെയാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ബൈ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ ആൻസർ? മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. എന്ത് കിട്ടും? മീറ്റർ ആണ് കിട്ടുന്നത്. സോ ഡിവൈഡ് ബൈ റൂട്ട് മീറ്റർ. ഐ എന്ന് വെച്ചാൽ എന്താ? ഐ എന്ന് വെച്ചാൽ ഹെഡ് ലോസ്. ഒരു ഫ്ലോ നടക്കുമ്പോൾ എത്രമാത്രം ലോസ് ഉണ്ടായി, അതിനാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാവുന്ന പ്രഷർ ലോസിനെ ഹെഡിൽ, മീറ്റർ ഹെഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്, എത്രമാത്രം ലോസ് ഉണ്ടായി എന്നുള്ളത്. പ്രഷറിനെ നമുക്ക് മീറ്ററിൽ ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്താണ്? ഹെഡ്, പ്രഷർ ഹെഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ എനർജി ഹെഡും ഉണ്ട്. അതുപോലെ എത്രമാത്രം എനർജി നഷ്ടമായി എന്നുള്ളതിനാണ് ഹെഡ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഓഫ് ഫ്ലോ. അതായത് ഇപ്പോൾ പൈപ്പിന്റെ കേസ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലെന്ത് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആവാം, ലെന്ത് ആവാം, വിഡ്ത്ത് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു ലെന്തിന്റെ ഒരു ക്വാണ്ടിറ്റി ആണെന്ന് ആലോചിക്കുക, ക്യാരക്ടറിസ്റ്റിക് ലെന്ത്. ഓക്കെ, ഇവിടെ എന്താ? ലോസിനെ നേരത്തെ പറഞ്ഞു മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. ലെന്തിന്റെ യൂണിറ്റ് എന്താ? മീറ്ററിലാണ്. മീറ്റർ ബൈ മീറ്റർ എന്താ? 1 ആണ്. സോ അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻലെസ് ആയിട്ടുള്ള നമ്പറാണ് ഐ എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ മീറ്റർ ബൈ സെക്കൻഡ് ഡിവൈഡ് ബൈ റൂട്ട് മീറ്ററിനേ ഉള്ളൂ. ഓക്കെ, മീറ്റർ ബൈ റൂട്ട് മീറ്റർ ഇൻറ്റു ദ സെക്കൻഡ്. സോ നമുക്കറിയാം ഡിവൈഡ് ചെയ്യപ്പോൾ എന്ത് പറ്റും എന്നുള്ളത്. എം ഡിവൈഡ് ബൈ എം റൈസ് ടു 1/2. എം റൈസ് ടു 1/2 ആണ് റൂട്ട് എം എന്ന് പറയുന്നത്. സോ എന്താണ്? എം റൈസ് ടു 1 മൈനസ് 1/2 ഡിവൈഡ് ബൈ എസ്. അതായത് എം റൈസ് ടു 1/2 ഡിവൈഡ് ബൈ എസ്. സോ ആൻസർ എന്താണ്? എം റൈസ് ടു 1/2 ബൈ എസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വേറൊന്നുമില്ല, ഷേസീസ് ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അതിൽ നിന്ന് എന്താണ്? സി ഈക്വൽ ടു വി ബൈ റൂട്ട് എം ഐ എന്ന് എഴുതുന്നു. അതിൽ എം എന്താണെന്ന് നോക്കുന്നത്. എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആണ്. അതാണ് നമ്മൾ എഴുതിയത്. എന്താണ്? വെറ്റഡ് ഏരിയ ബൈ പെരിമീറ്റർ, ക്രോസ് സെക്ഷണൽ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ എന്ന് എഴുതി. അതിൽ നമുക്ക് മനസ്സിലായി മീറ്റർ ആണ് എമ്മിന്റെ യൂണിറ്റ് എന്നുള്ളത്. അടുത്ത് ഐ എന്താന്ന്, ഐയുടെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ HL/L ആണ്. അതൊരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. കോൺസ്റ്റന്റ് അല്ല, ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായി. സോ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. റൂട്ട് എം ഐ എന്ന് പറയുന്നത് എന്താണ്? വി ബൈ റൂട്ട് എം ഐ എന്ന് പറയുന്നത് എം റൈസ് ടു 1/2 ബൈ എസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹെഡ് ലോസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ എ പൈപ്പ് ഫ്ലോ? പൈപ്പ് ഫ്ലോയിൽ ഏത് തരം ലോസ് ആണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ഉള്ളത്? ഇപ്പോൾ ഒരു കാര്യം പറയാം. എൻ്റെ കയ്യിൽ നിന്ന് രാവിലെ വന്ന സമയത്ത് 1 രൂപയും കളഞ്ഞു പോയി, 100 രൂപയും കളഞ്ഞു പോയി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം എന്താ ശ്രദ്ധിക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ കളഞ്ഞു പോയത് ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ. 1 രൂപ കളഞ്ഞു പോയത് എന്തില്ല, ഞാൻ ചിലപ്പോൾ മറന്നിരിക്കും അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നഷ്ടമായിട്ട് തോന്നുന്ന ഏതാ? 1 രൂപ കളഞ്ഞു പോകുന്നതാണോ, 100 രൂപ കളഞ്ഞു പോകുന്നതാണോ? 100 രൂപ കളഞ്ഞു പോകുന്നതല്ലേ? അതുപോലെയാണ് സിഗ്നിഫിക്കൻറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ലോസ് ആണ് ഒരു പൈപ്പ് ഫ്ലോയെ സംബന്ധിച്ച് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്? ദ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഗ്രാജുവൽ കോൺട്രാക്ഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്,
ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. ഇതിൽ ഏതാ? ഇതിൽ ഓപ്ഷൻ എ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഗ്രാജുവൽ കോൺട്രാക്ഷൻ, ഓപ്ഷൻ സി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. ഇതെല്ലാം തന്നെ പൈപ്പിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുക്കുമല്ലോ, ബെൻഡ് കൊടുക്കുമല്ലോ, ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ലോസ് ആണ്. അത് വളരെ ചെറിയ ലോസ് ആണ്. അതിനെ പറയുന്ന പേര് വരെ മൈനർ ലോസസ് എന്നാണ്. എന്താണ് മൈനർ ലോസസ്? വളരെ ചെറിയ ലോസസ്. അപ്പൊ മേജർ ലോസ് എന്താ ഉണ്ടാവുന്നത്? ഒരു പൈപ്പിന്റെ അകത്തൂടെ അല്ലെങ്കിൽ ഒരു ഡക്റ്റിന്റെ അകത്തൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്ന ലോസ് ആണ് ഏത്? നമ്മുടെ മേജർ ലോസ് എന്ന് പറയുന്നത്. മേജർ ലോസ് ആണ് സിഗ്നിഫിക്കന്റ്. കാര്യം 100 രൂപ കളഞ്ഞു പോകുന്നതാണ് 1 രൂപ കളഞ്ഞു പോകുന്നതിനേക്കാളും എനിക്ക് മേറ്റർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി 10ാമത്തെ ചോദ്യം, വിച്ച് റിലേഷൻ ഇസ് ഇൻകറക്റ്റ്? ഏത് റിലേഷനാണ് തെറ്റെന്നുള്ളത്? ഓപ്ഷൻ എ പെൽട്ടൺ ടർബൈൻ ഇമ്പൾസ് ടർബൈൻ ആണെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പെൽട്ടൺ ടർബൈൻ. നമ്മുടെ ഇടുക്കി പവർ ഹൗസിലൊക്കെ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പെൽട്ടൺ ടർബൈൻ ആണ്. ഒരു ജെറ്റിന്ന് വെള്ളം വരുന്നു, വെള്ളം ടർബൈനിൽ ഇതാ ഹിറ്റ് ചെയ്യുന്നു, ടർബൈൻ കറങ്ങുന്നു. ഓക്കെ, ഡയറക്റ്റ് ഇമ്പൾസ് ഉണ്ടാവുന്നത്, ഡയറക്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് ടർബൈൻ കറക്കുന്ന ടർബൈനെ പറയുന്ന പേരാണ് ഏത്? ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. പെൽട്ടൺ ടർബൈൻ ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി എന്താ? ഫ്രാൻസിസ് ടർബൈൻ ഒരു ഇമ്പൾസ് ടർബൈൻ ആണെന്നുള്ളത്. നമുക്ക് നോക്കാം ഫ്രാൻസിസ് ടർബൈൻ ഇമ്പൾസ് ടർബൈൻ ആണോ എന്നുള്ളത്. ഇനി ഓപ്ഷൻ സി ഏതാ? കാപ്ലാൻ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്. ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്. എന്താണ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്? എന്താണ് റിയാക്ഷൻ? അതായത് നമ്മുടെ ടർബൈൻ്റെ ഇമ്പല്ലർ അല്ലെങ്കിൽ ടർബൈൻ്റെ വെയിൻസ്, റോട്ടർ, വെള്ളം പോകുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ഈ ബ്ലേഡിലൂടെ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ബ്ലേഡിന്റെ മണ്ടയിലൂടെ ഈ വെള്ളം മുകളിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രഷർ ലോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പ്രഷർ ലോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാരണവും ഈ ഒരു ബ്ലേഡിന്റെ ഷേപ്പ്, വെയിന്റെ ഷേപ്പ് ഒരു എയറോഡൈനാമിക് ഷേപ്പാണ്. ഓക്കെ, ഒരു എയറോഡൈനാമിക് ഷേപ്പാണ്. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലോയുടെ വെലോസിറ്റി. ഓക്കെ, പ്രഷർ ചേഞ്ച്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? പ്രഷറും ചേഞ്ച് ആവുന്നു. അങ്ങനെ പ്രഷർ ചേഞ്ച് ആവുന്ന അനുസരിച്ച് എന്ത് പറ്റുന്നു? ഒരു ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു, ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. അതിന് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കറങ്ങുന്ന ടർബൈനെയാണ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. എന്താണ്? നേരത്തെ പറഞ്ഞു പ്രഷർ ഡിഫറൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂവ്മെന്റ് ഉണ്ടാവുന്നു, മോഷൻ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ടർബൈനെ പറയുന്ന പേരാണ് അത് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. നമ്മുടെ കാപ്ലാൻ ടർബൈൻ ഒരു ആക്സിൽ റിയാക്ഷൻ ടർബൈൻ ആണ്. നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ടർബൈൻ ആണ്. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്, ഓപ്ഷൻ സി കറക്റ്റ് ആണ്. സോ ഏതാണ് തെറ്റ്? ഫ്രാൻസിസ് ടർബൈൻ ഒരു റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ ഒരിക്കലും അതൊരു ഇമ്പൾസ് ടർബൈൻ ആവില്ലല്ലോ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദി എനർജി ഓഫ് ദി ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഗിവൺ ബൈ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ്? നമ്മുടെ ഒരു മാസ് ഇന്ററാക്ട് ചെയ്യുന്നില്ല, എനർജി ഇന്ററാക്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ആ സിസ്റ്റത്തിലെ എനർജി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. നമുക്കെല്ലാം ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്താ? കുഞ്ഞു ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളത്, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി നമുക്ക് നിർമ്മിക്കാനും കഴിയില്ല, അതുപോലെ തന്നെ തകർക്കുവാനും നശിപ്പിക്കുവാനും കഴിയില്ല. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയും. ഈ കൺസർവേഷൻ ഓഫ് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആണ് ഏത്? നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. W = U + PV എന്ന് എഴുതുമല്ലോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഇതാണ്. എന്താണ്? എനർജി നമുക്ക് ഉണ്ടാക്കാനും കഴിയില്ല, നഷ്ടപ്പെടുത്തി കഴിയാനും കഴിയില്ല. അതിനെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. അതായത് എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും, എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആണ്. സോ എനർജി കൺസർവേഷനെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആയതുകൊണ്ട് ഇതിൽ ഏതാണ് ശരിയായിട്ട് ഉത്തരം? ഓപ്ഷൻ ബി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആണ് ഇതിലെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം,
എ സീരീസ് ഓഫ് ഓപ്പറേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ സെർട്ടൈൻ ഓർഡർ ആൻഡ് റിസ്റ്റോർ ഇൻ ഇനിഷ്യൽ കണ്ടീഷൻ അറ്റ് ദി എൻഡ് ഈസ് നോൺ as. അതായത് അറിയാം, കുറച്ച് പ്രോസസ്സ് നടന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ട് എന്താണ്, ഇനിഷ്യൽ കണ്ടീഷനിലോട്ട് ആ സിസ്റ്റം തിരിച്ചു വരുന്നു. അതായത് എയിൽ നിന്ന് തുടങ്ങി ബിയിൽ പോയി, സിയിൽ പോയി, ഡിയിൽ പോയി, തിരിച്ച് എയിലോട്ട് വന്ന സമയത്ത് സെയിം പൊസിഷൻ തന്നെയാണല്ലോ. ഓക്കെ, ഇങ്ങനെയുള്ളത് കുറച്ച് പാരാമീറ്റേഴ്സ്, പ്രഷറും ടെമ്പറേച്ചറും എല്ലാം നമ്മൾ നോക്കുന്നു. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു, ബിയിൽ നിന്ന് സിയിലോട്ട് പോകുന്നു, സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നു, ഡിയിൽ നിന്ന് വീണ്ടും എയിലോട്ട് വരപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രഷറും ടെമ്പറേച്ചറൊക്കെ തന്നെയാണ്, ഇനിഷ്യൽ കണ്ടീഷൻ തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയുന്ന ചോദ്യം ഓപ്ഷൻ എ റിവേഴ്സിബിൾ സൈക്കിൾ ആണോ എന്നുള്ളത്. റിവേഴ്സിബിൾ സൈക്കിൾ ആണോ? റിവേഴ്സിബിൾ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിനും അതുപോലെ തന്നെ സറൗണ്ടിങ്സിലും ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. സിസ്റ്റത്തിലുള്ള പാരാമീറ്റേഴ്സും സറൗണ്ടിങ്സിലെ പാരാമീറ്റേഴ്സും റെസ്റ്റോർഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിൾ സൈക്കിൾ. ഇവിടെ പക്ഷേ ഇതാ കണ്ടീഷൻ അറ്റ് ദി എൻഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, സിസ്റ്റമും സറൗണ്ടിങ്സും എടുത്തൊന്നും പറയുന്നില്ല. സോ ഓപ്ഷൻ എ നമുക്ക് പരിഗണിക്കാം. എന്തില്ലെങ്കിൽ ഓപ്ഷൻ സി തെർമോഡൈനാമിക് സൈക്കിൾ ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് പരിഗണിക്കാം, കുഴപ്പമില്ല. ഇത് ഈ ചോദ്യത്തിന്റെ കേസിൽ റിവേഴ്സിബിൾ സൈക്കിൾ ആണെങ്കിൽ ഓക്കെ, നമ്മുടെ സിസ്റ്റവും സറൗണ്ടിങ്സിലെയും ഇനിഷ്യൽ കണ്ടീഷൻസ് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിവേഴ്സിബിൾ സൈക്കിൾ ആവും. ഇറിവേഴ്സിബിൾ സൈക്കിൾ ആണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഇറപ്പയറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സറൗണ്ടിങ്സ് നമ്മൾ ചേഞ്ച് ആവും, സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ചേഞ്ച് ആയിരിക്കും. പക്ഷെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിൽ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസിലോട് കൊണ്ടുവരാൻ പറ്റും. അതിന് ഇറിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയും. പക്ഷേ ഈ ഒരു കേസിന്റെ, അതായത് എ സീരീസ് ഓഫ് ഓപ്പറേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ സെർട്ടൈൻ ഓർഡർ ആൻഡ് റിസ്റ്റോർ ദി ഇനിഷ്യൽ കണ്ടീഷൻ ഇൻ ദി എൻഡ് ഈസ് നോൺ as. ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തെർമോഡൈനാമിക് സൈക്കിൾ ഡെഫിനിഷൻ ആണ് ചോദ്യത്തിലുള്ളത്. സോ ഇതിൽ എപ്പോഴും കറക്റ്റ് എന്തായിരിക്കും? ഓപ്ഷൻ സി തെർമോഡൈനാമിക് സൈക്കിൾ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യം. ദി മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് കംപ്രസിംഗ് എയർ ഈസ് ടു കംപ്രസ് ഇറ്റ്. അതായത് എയർ കംപ്രസ് ചെയ്യുന്ന അർത്ഥം എന്താ? വോളിയം കുറച്ചുകൊണ്ട് പ്രഷർ കൂട്ടുക, അതാണ് എയർ കംപ്രസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥം എന്ന് പറയുന്നത്. സോ ഒരു കാര്യം ആലോചിക്കുക, എയർ കംപ്രസ് ചെയ്യാണ്. എയർ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വോളിയം കുറയും, ചൂട് കൂടും, അല്ലേ? എയർ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എയറിന്റെ ചൂട് എന്താണ്? എയറിന്റെ ചൂട് കൂടും. ചൂട് കൂടുന്ന സമയത്ത് ആ ചൂട് കാരണം എയറിനകത്ത് എന്തുണ്ടാവുന്നു? വീണ്ടും പ്രഷർ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം ഓൾറെഡി പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുഷ് ചെയ്യാൻ എന്തായിരിക്കും? പാടായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം ഒരു സ്പേസ് ഉണ്ട്, സ്പേസിൽ നിന്ന് എയറിനെ അങ്ങോട്ട് തള്ളി കയറ്റുകയാണ്. പക്ഷെ ഈ എയറിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന മെക്കാനിക്കൽ വർക്ക് കാരണം ഒരു ചൂടുണ്ടായി, ആ ചൂട് കാരണം അതിനകത്തൊരു പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ തിരിച്ചു തള്ളാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ആ തിരിച്ചു തള്ളുന്ന, ആ ചൂടായ എയർ തിരിച്ചു തള്ളുന്നതിനും കൂടെ പകരമായിട്ട് നമ്മൾ അങ്ങോട്ട് കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുക്കണം തള്ളാനായിട്ട്. അപ്പൊ എന്ത് പറ്റും? നമ്മൾ കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് കുറയ്ക്കണം. അത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്തുള്ള എയറിന്റെ ചൂട് കുറയ്ക്കണം. എയറിന്റെ ചൂട് കുറച്ചാൽ മാത്രമേ അത് തിരിച്ചിങ്ങോട്ട് തള്ളുന്ന പുഷ് കുറയുകയുള്ളൂ. അത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് മെക്കാനിക്കൽ വർക്ക് കൊടുക്കുന്ന സമയത്ത്, കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എയറിന് ചൂട് പിടിക്കും. ചൂട് പിടിക്കുന്ന കാരണമായിട്ട് അവിടുത്തെ മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസ് എല്ലാം അവിടുത്തെ എയർ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഇങ്ങോട്ട് ഒരു പുഷ് നമുക്ക് തരും. അപ്പോൾ എന്താണ്? ഈ പുഷിനെ കൂടെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് കുറച്ച് കൂടുതൽ തള്ളു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം? ഒന്ന് ആഡിയബാറ്റിക്കലി എന്ന് വെച്ചാൽ എന്താ? ഇൻസുലേറ്റർ ആണ്. ഹീറ്റ് വെളിയിൽ പോകുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അതിനകത്തുള്ള ചൂട് കുറയോ? ഇവിടുന്ന് തള്ളുന്ന എയർ മോളിക്യൂൾസിന്റെ, എക്സ്പാൻഡ് ചെയ്യുന്ന എയർ മോളിക്യൂൾസിന്റെ ചൂട് കുറയോ? ഇല്ല. അപ്പൊ എന്താണ്? ചൂട് വെളിയിലോട്ട് പോകുന്നില്ല. കംപ്ലീറ്റ്ലി ഇൻസുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. എയറിനെ നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തല്ല, ആഡിയബാറ്റിക്കലി എന്ന് പറഞ്ഞ ഉത്തരം തെറ്റാണ്. എഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് വളരെ കുറച്ച് വർക്ക് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കണം. അതിനല്ലേ എഫിഷ്യന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ, അതിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഡിയബാറ്റിക് അല്ല. ഐസെൻട്രോപ്പിക്കലും ഏകദേശം അഡിയബാറ്റിക്കിൽ തന്നെയാണ്. അഡിയബാറ്റിക് പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ് ആവുമ്പോൾ എന്താവുന്നത്? ഐസെൻട്രോപ്പിക് പ്രോസസ് ആയിട്ട് മാറും. സോ അതും ശരിയായിട്ട് ഉത്തരവല്ല. ഐസോകോറിക്കിൽ എന്ന് വെച്ചാൽ എന്താ? ഐസോകോറിക് എന്ന് വെച്ചാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. നേരത്തെ പറഞ്ഞു, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ കംപ്രസ് ചെയ്യുന്നുണ്ടോ നമ്മൾ? ഇല്ല. വോളിയം കുറയ്ക്കുമ്പോഴാണ് എയറിന്റെ പ്രഷർ കൂടുന്നത്.
എയർ കംപ്രസ് ആവുന്നത്. ഐസോകോറിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോളിയം, അവിടെ വർക്കേ നടക്കുന്നില്ല, കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്കേ നടക്കുന്നില്ല. സോ ഓപ്ഷൻ ഡിയും അല്ല ആൻസർ. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഐസോതെർമൽ ആണ് ആൻസർ. എന്തുകൊണ്ടാണ് ഐസോതെർമൽ ആൻസർ ആവുന്നത്? ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണം. ഓക്കെ, ചൂട് കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യും? ചൂടിനെ പുറത്തോട്ട് കളഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ചൂടുണ്ടാവുന്നു. പക്ഷെ ആദ്യം ഇവിടെ നമ്മൾ പുഷ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മൾ പുഷ് ചെയ്ത് ഇവിടെ കൊണ്ട് വരപ്പോഴും. അപ്പോൾ അവിടെ ചൂട് കൂടുന്നതിനനുസരിച്ച് അത് തണുപ്പിച്ചുകൊണ്ടിരിക്കും, ചൂടിന് വെളിയിലോട്ട് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ അപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് തള്ളുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ഫോഴ്സ് നമുക്ക് ഉണ്ടാവില്ല, നമുക്കൊരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഇവിടെ നിന്ന് ഉണ്ടാവില്ല. ഏതിന്റെ ഭാഗത്തുനിന്ന്? നമ്മുടെ എയറിന്റെ ഭാഗത്തുനിന്ന്. കാര്യം ചൂട് കാരണം അവിടെ എയർ ചൂടാവുന്നില്ല, അധികമായിട്ട് ഉണ്ടാവുന്ന നമ്മൾ മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കാരണം അകത്തുണ്ടാവുന്ന ചൂടെന്ന് പറയുന്നത് അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം. സോ എന്തുണ്ടാവുന്നില്ല, നമുക്ക് കൂടുതൽ വർക്കൊന്നും ഇടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. സോ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഐസോതെർമലിയാണ്. ഇനി 14ാമത്തെ ചോദ്യം, 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ എന്തെന്നാണ്? 1 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എല്ലാവർക്കും ചാടി കയറി ആൻസർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, 273.15 എന്ന്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉത്തരം തെറ്റ്. എന്തുകൊണ്ടാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 273 കെൽവിൻ എന്ന് പറയുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 പ്ലസ് 1 274 കെൽവിൻ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 274.15 കെൽവിൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, ക്ലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് അനുസരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഡിവൈസ് എന്താ? ക്ലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യണം. ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒരു എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്റെ സപ്പോർട്ട് ഇല്ലാതെ സ്പോണ്ടാനിയസ് ആയിട്ട് നടക്കില്ലെന്നാണ് ആര് പറയുന്നത്? ക്ലേഷ്യസ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതായത് നമുക്ക് ഒരിക്കലും ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ്? ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരു എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ക്ലേഷ്യസ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പറ്റും. എങ്ങനെ? ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉണ്ടെങ്കിൽ. നമുക്കറിയാം നമ്മുടെ ഈ ക്ലോസ്ഡ് സൈക്കിൾ ടർബൈൻ ആണെങ്കിലും എക്സ്റ്റേണൽ ഏജൻസിയിൽ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ വെളിയിൽ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഹീറ്റിനെ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇവിടെ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണെങ്കിലും നമ്മുടെ IC എഞ്ചിൻ ആണെങ്കിലും സ്റ്റീം പവർ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ എക്സ്റ്റേണൽ വർക്ക് അല്ല ചെയ്യുന്നത്, നമുക്ക് വർക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. ടർബൈൻ കറക്കി നമ്മൾ കറണ്ട് ഉണ്ടാക്കി എടുക്കുന്നു. ഇതെല്ലാം അങ്ങനെയാണ്. എന്ത് ചെയ്യുന്നു? നമുക്ക് ഇങ്ങോട്ട് വർക്ക് വേണം. ഓക്കെ, നമ്മൾ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതൊക്കെ ഒരു പവർ ഇൻപുട്ട് അല്ല. നമുക്ക് പവർ ഇങ്ങോട്ട് തരുള്ളൂ. പവർ ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് ടർബൈൻ ആണെങ്കിലും സ്റ്റീം പവർ പ്ലാന്റ് ആണെങ്കിലും ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണെങ്കിലൊക്കെ. പക്ഷെ ഇതിൽ റെഫ്രിജറേറ്റർ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ റെഫ്രിജറേറ്റർ എന്താ ചെയ്യുന്നത്? ഒന്നും വേണ്ട, ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലോട്ട് എന്നല്ലേ പറയുന്നത്. ലോ ടെമ്പറേച്ചർ എവിടെയാണ് കിട്ടുന്നത്? നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലല്ലേ കിട്ടുന്നത്. സോ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത് 15ാമത്തെ ചോദ്യത്തിലെ ആൻസർ എന്ന് പറയുന്നത്. ഇനി കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ്. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ PV ഡയഗ്രാം, TS ഡയഗ്രാം. ഓക്കെ, ഒരു പോയിന്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇതാണ് 1 1 2 3 4. ഇതാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ. TS ഡയഗ്രാം ആണെങ്കിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ. ഇതാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിന്റെ 4 സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്താ? ഫസ്റ്റ് ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ,
അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. സോ ആൻസർ എന്താ? അഡിയബാറ്റിക്കിനോട് ഉദ്ദേശിക്കുന്നത് ഐസെൻട്രോപ്പിക്കും ആണ്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ് രണ്ടും. അഡിയബാറ്റിക്കും ഐസെൻട്രോപ്പി ഏകദേശം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. അഡിയബാറ്റിക് പ്രോസസ് റിവേഴ്സിബിൾ ആവുകയാണെങ്കിൽ അതിനെ ഐസെൻട്രോപിക് പ്രോസസ് നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ എന്താ? 2 കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, അത് തെറ്റാണ്. 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ആൻ ഐസി എഞ്ചിൻ. ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ആൻ ഐസി എഞ്ചിൻ നോക്കാം. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു എഞ്ചിനെ സംബന്ധിച്ച്, ഐസി എഞ്ചിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് BP/IP × 100 ആണ്. അതായത് ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ × 100 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. തെർമൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഔട്ട്പുട്ട് ബൈ Q ഇൻപുട്ട്, ഹീറ്റ് ഇൻപുട്ട്. ഇതിനെയാണ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. വോളുമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? എയർ ഔട്ട്പുട്ടും എയർ ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് ഏത്? വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതായത് എഫിഷ്യൻസി ഓഫ് ആക്ച്വൽ സൈക്കിൾ ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് ഐഡിയൽ സൈക്കിൾ. ഉദാഹരണം കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ ഒക്കെ എന്താണ്? ഐഡിയൽ സൈക്കിൾസ് ആണ്. സോ ആക്ച്വൽ എഞ്ചിന്റെ എഫിഷ്യൻസിയും ഐഡിയൽ സൈക്കിളിന്റെ എഫിഷ്യൻസി തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മുടെ റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ ആണ്. ഇനി മോഴ്സ് ടെസ്റ്റ് ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. ഓക്കെ, മോഴ്സ് ടെസ്റ്റ് എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു എഞ്ചിന്റെ ഇൻഡിക്കേറ്റർ പവർ മെഷർ ചെയ്യാനാണ്, ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മളിവിടെ മോഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി. ഇനി ബ്രേക്ക് പവർ ആണെങ്കിലോ, ബ്രേക്ക് പവർ മെഷർ ചെയ്യാനാണ് നമ്മൾ ഡൈനാമോമീറ്റർ ടെസ്റ്റ് ഒക്കെ ഉള്ളത്. ഡൈനാമോമീറ്റർ ടെസ്റ്റ് നമ്മുടെ, അതുപോലെ എഡ്ഡി കറണ്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ICNG ലാബ്സിൽ നമ്മൾ ചെയ്യുന്നതാണ് ഡൈനാമോമീറ്റർ ടെസ്റ്റ്, എഡ്ഡി കറണ്ട് ടെസ്റ്റ്, റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ ഒക്കെ, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 19ാമത്തെ ചോദ്യം, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മുടെ കോപ്പറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും എന്നാണ്? കൂടുകയോ കുറയോ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയോ അതൊന്നും അല്ലേ എന്നുള്ളത്. ഏതാണ്? കോപ്പർ എന്നുള്ള കേസ് വിടുക. സോളിഡ്സിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് നടക്കുന്നത്? അതിനകത്ത് മെറ്റൽ ലാറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? അവിടെ തെർമൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, 70% നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോയും 30% നമ്മുടെ മെറ്റൽ ലാറ്റിസിന്റെ വൈബ്രേഷൻ കാരണമാണ് സോളിഡ്സിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ 30% എന്താണ്? മെറ്റൽ ലാറ്റിസിന്റെ വൈബ്രേഷനും 70% ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റും. നമ്മൾ ചൂട് കൂട്ടുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് അറിയാവോ? നമ്മളൊരു ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡിൽ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡിന് നേരെ അങ്ങ് പോകാൻ പറ്റും. വളവൊന്നും ഇല്ലാത്ത നേരെ റോഡാണെങ്കിൽ സ്പീഡിന് നമുക്ക് പോകാൻ പറ്റൂല്ലേ? പറ്റും. ഈ സ്പീഡിന് പോകുന്നതിനെ പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം സ്പീഡിൽ ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് കടത്തിവിടാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ മെറ്റൽ ലാറ്റിസിന്റെ വൈബ്രേഷൻ വല്ലാതെ അങ്ങ് കൂടാൻ തുടങ്ങും. ഈ ഇലക്ട്രോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഒരു ട്രാഫിക് ഉള്ള റോഡ് പോലെയാണ്. മെറ്റൽ ലാറ്റിസിന്റെ വൈബ്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് വളവ് തിരിവൊക്കെ റോഡിന് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഭയങ്കര റാപ്പിഡ് ആയിട്ടായിരിക്കും. അപ്പൊ എന്ത് പറ്റുന്നു? ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെ വരപ്പോൾ എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യില്ല, കാര്യം സെയിം എനർജിയാണ്, സോ റിപ്പിൽ ചെയ്ത് പോകും. അങ്ങനെ വരപ്പോൾ എന്ത് പറ്റുന്നു? ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണെങ്കിലും റെസ്ട്രിക്റ്റഡ് ആവുന്നു. സോ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. ട്രാഫിക് ഉള്ള റോഡിലൂടെയും വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന റോഡിലൂടെയും വണ്ടി ഓടിക്കാൻ എളുപ്പമല്ലാത്ത പോലെ തന്നെ ഇത് എളുപ്പമല്ലാതെ ആവും. സോ സോളിഡ്സിന്റെ കേസിൽ കോപ്പർ സോളിഡ് ആണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. സോളിഡ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ചോദ്യം,
By which of the following modes of heat transfer heat is mainly transferred from an insulated pipe to surrounding still air? ഈ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റിൽ എയർ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പോ എയർ എന്നൊക്കെ ഈ ചോദ്യം കാണുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവർക്കും ഓക്കെ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. എന്താണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത് ബൾക്ക് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, മനസ്സിലായില്ലേ? അതായത് ഫ്ലൂയിഡ്, കാറ്റായിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്ന സമയത്ത് മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. എവിടെ നിന്ന് എങ്ങോട്ട്? ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് ലോ ടെമ്പറേച്ചർ ഏരിയയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിച്ച് നോക്കുക, നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ചൂട് കൂടുന്ന സമയത്ത് ചൂട് കൂടിയ മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്ത് അതിന് ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് പഠിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന മോളിക്യൂളാണ് ഇവിടുത്തെ ചൂട് കൊണ്ട് എന്ത് ചെയ്യുന്നത്? മുകളിലുള്ള മോളിക്യൂൾസിന് കൊടുക്കുന്നത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റിൽ എയർ ആണ്, സ്റ്റിൽ എയർ. ഇവിടെ ഹീറ്റ് സോഴ്സ് ഉണ്ട്, ഇവിടെയുള്ള എയർ എല്ലാം സ്റ്റില്ലാണ്. സ്റ്റിൽ എയർ ആണെങ്കിൽ അവിടെ നടക്കുന്ന എന്താണ്? ഈ സോളിഡിൽ നിന്ന് ഈ ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? സ്റ്റില്ലായിട്ട് നിൽക്കുന്നു, സ്റ്റില്ലായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. അവിടെ കണ്ടക്ഷൻ ആണ് നടക്കുന്നത്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് ഓടിക്കൊണ്ടുവന്ന് ചൂട് കൊടുക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മുട്ടായി കൊണ്ട് കൊടുക്കുന്ന പോലെ, സ്വീറ്റ്സ് കൊണ്ട് കൊടുക്കുന്ന പോലെ ഓടിക്കൊണ്ട് കൊടുക്കുകയാണ്. അതിന് കൺവെക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് കാര്യം കൈമാറുന്നു. അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ എയർ എന്ന് കണ്ടാൽ ഉടനെ ഓർമ്മിക്കുക, ഓപ്ഷൻ എ കണ്ടക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. 21ാമത്തെ ചോദ്യം. എ സ്ലൈഡിംഗ് ബെയറിംഗ് വിച്ച് ക്യാൻ സപ്പോർട്ട് സ്റ്റഡി ലോഡ്സ് വിത്തൗട്ട് എനി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ജേണൽ ആൻഡ് ദി ബെയറിംഗ് ഇസ് കോൾഡ്. ഓക്കെ, ഒരു സ്ലൈഡിംഗ് ബെയറിംഗ് ആണ്. ജേണലും ബെയറിംഗും തമ്മിൽ യാതൊരു റിലേറ്റീവ് മോഷനും ഉണ്ടാവില്ല. there is no relative motion between the journal and the bearing. ഇതിനെ പറയുന്ന പേരെന്താന്ന് ചോദ്യം. എന്താ? സീറോ ഫിലിം ബെയറിംഗ് ആണോ? ബൗണ്ടറി ലൂബ്രിക്കേറ്റഡ് ബെയറിംഗ് ആണോ? ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ് ആണോ? ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ് ആണോ? ഇവിടെ വിത്തൗട്ട് എനി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ജേണൽ ആൻഡ് ദി ബെയറിംഗ്. വിത്തൗട്ട് എനി മോഷൻ എന്താ? സ്റ്റാറ്റിക് അല്ലേ? സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താ? സ്റ്റിൽ, റിലേറ്റീവ് മോഷൻ ഇല്ല. അതിനെ പറയുന്ന പേരെന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ്. ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ്. ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗിന്റെ കേസിൽ എന്താ നടക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ എക്സ്റ്റേണലി പ്രഷർ ചെയ്ത് ഒരു ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യും. ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്തിട്ട്, ഇത് നമ്മുടെ ജേണലാണ്, ഇത് നമ്മുടെ ബെയറിംഗ് ആണ്. ഇതിന്റെ ഇടയിൽ ഫുൾ സ്പീഡിൽ കറങ്ങുന്ന സമയത്ത്, ഫുൾ സ്പീഡിൽ ഈ ബെയറിംഗ് വർക്കാവുന്ന സമയത്ത് ഇതിന്റെ ഇടയിലെല്ലാം നമ്മൾ എന്താണ്? എക്സ്റ്റേണലി പമ്പ് ചെയ്ത, പ്രഷറൈസ് ചെയ്ത ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൂബ്രിക്കേറ്റ് നിൽക്കും. ഇങ്ങനെയുള്ള ബെയറിംഗ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേറ്റിംഗ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോഡൈനാമിക് ആണെങ്കിലോ? ഹൈഡ്രോഡൈനാമിക് ആണെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എക്സ്റ്റേണലി നമ്മളൊന്നും പമ്പ് ചെയ്യുന്നില്ല. ഹൈഡ്രോഡൈനാമിക്കിന്റെ കേസിൽ ഇതാണ് ഹൈഡ്രോഡൈനാമിക്. ഹൈഡ്രോഡൈനാമിക്കിന്റെ കേസിൽ നമ്മൾ എക്സ്റ്റേണലി ഒന്നും പമ്പ് ചെയ്യുന്നില്ല. പകരം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇവിടെയൊക്കെ ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റൊട്ടേഷൻ കാരണം ഇതിന്റെ ഒരു ലൂബ്രിക്കേഷനിൽ ഉണ്ടാവുന്ന പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വർക്കാവും, കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അങ്ങനെയുള്ള ബെയറിങ്സിനെ ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ് എന്ന് പറയും. അതിലെന്തുണ്ട്? നമ്മുടെ ജേണലും ബെയറിംഗും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷെ ഹൈഡ്രോസ്റ്റാറ്റിക്കിന്റെ കേസിൽ എന്തില്ല? റിലേറ്റീവ് മോഷൻ ഇല്ല. നമ്മൾ എക്സ്റ്റേണലി ഫ്ലൂയിഡ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ 22ാമത്തെ ചോദ്യം. ദി പിസ്റ്റൺ പിൻ ബെയറിംഗ് ഇൻ ഹെവി ഡ്യൂട്ടി ഡീസൽ സൈക്കിൾ എൻജിൻസ് ആർ. ഡീസൽ എൻജിൻസ് ആർ നമ്മുടെ പിസ്റ്റണിൽ കണക്ട് ചെയ്തിട്ടുള്ള പിസ്റ്റൺ പിൻ ബെയറിംഗ് ഏതാണ്? ഹെവി ഡ്യൂട്ടി ഡീസൽ എൻജിൻസിൽ യൂസ് ചെയ്യുന്ന പിസ്റ്റൺ പിൻ ബെയറിംഗ് ഏതാന്നാ ചോദ്യം. ഓപ്ഷൻ എ നീഡിൽ റോളർ ബെയറിംഗ്, ഓപ്ഷൻ ബി ടേപ്പേഡ് റോളർ ബെയറിംഗ്, ഓപ്ഷൻ സി കോളർ ബെയറിംഗ്, ഓപ്ഷൻ ഡി സിലിണ്ടറിക്കൽ റോളർ ബെയറിംഗ്. ഇതിലേതാ ശരി ഉത്തരം? ആൻസർ ഓപ്ഷൻ എ
നീഡിൽ റോളർ ബെയറിംഗ് ആണ്. അതിന്റെ കാരണം ഇത് ഡയറക്റ്റ് ആൻസർ ആണ്. ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഹെവി ഡ്യൂട്ടി എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിന്റെ കമ്പഷൻ പ്രഷർ എന്തായിരിക്കും? കമ്പഷൻ ചെയ്യുന്ന സമയത്ത് കമ്പഷൻ കാരണം ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. വളരെ വളരെ വലിയൊരു ഡയറക്റ്റ് പുഷാണ് എന്തുണ്ടാവുന്നത്? പിസ്റ്റൺ മേൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മുടെ നീഡൽ റോളർ നോക്കുന്ന സമയത്ത് എന്താ, അതിന്റെ ഡയമീറ്റർ ടു ലെന്ത് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ലെന്ത് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. തിരിച്ച് ഡയമീറ്റർ ടു ലെന്ത് റേഷ്യോ പറയുമ്പോൾ കുറവായിരിക്കും. പക്ഷെ ഇതിന്റെ ലെന്ത് ഉണ്ടല്ലോ, ലെന്ത് ഉള്ളതുകൊണ്ട് തന്നെ പോയിന്റ് കോണ്ടാക്ട് അല്ല അവിടെ നടക്കുന്നത്. അവിടെ എന്താണ്? ലൈൻ കോണ്ടാക്ട് നടക്കുന്നത്. സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് പറ്റും? പ്രഷർ കുറയും. പ്രഷർ അതിന് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നന്നായിട്ട് നടക്കും, സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട്. അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ഡീസൽ എഞ്ചിൻസിൽ എന്താ യൂസ് ചെയ്യുന്നത്? നീഡിൽ റോളർ ബെയറിങ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ടേപ്പേഡ് റോളർ ബെയറിങ്സിലാണല്ലോ. ടേപ്പേഡ് റോളർ ബെയറിങ്സ് എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീൽ ഹബിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടേപ്പേഡ് റോളർ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് ഹെവി റേഡിയൽ ലോഡ് സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മുടെ ടേപ്പേഡ് റോളർ ബെയറിങ്ങിന് പറ്റും. അതുപോലെ കോളർ ബെയറിംഗ് ആണെങ്കിൽ ആക്സൽ ലോഡ് എവിടെ വരുന്നു അവിടെ എന്ത്, ഒരു ഹെവി ആക്സൽ ലോഡ് വരുന്ന സമയത്ത് കോളർ ബെയറിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ സ്റ്റീം ടർബൈൻസും ഗ്യാസ് ടർബൈൻസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് പവർ ആൻഡ് ഔട്ട്പുട്ട് എടുക്കുന്ന ഷാഫ്റ്റിൽ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റും? കോളർ ബെയറിങ്സ് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റും എന്നല്ല, യൂസ് ചെയ്യുന്നുണ്ട്. 23ാമത്തെ ചോദ്യം, ദി ഡയമീറ്റർ ഓഫ് ദി ഹബ് ഓഫ് ദി ഫ്ലൈ വീൽ ഈസ് യൂഷ്വലി ടേക്കൺ as. നമ്മുടെ ഡയമീറ്റർ ഓഫ് ദി ഹബ് എന്ന് പറയുന്നത് ഇതാണ് റിലേഷൻ. എന്താണ്? ഡയമീറ്റർ ഓഫ് ദി ഹബ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഓപ്ഷൻ ഡി കറക്റ്റായി? ഇതിൽ ഓപ്ഷൻ ബി കറക്റ്റായി. പല കൺസിഡറേഷനും ഉണ്ട്. കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തുള്ള കൺസിഡറേഷനുണ്ട്, ലോഡ് എടുക്കുന്ന സമയത്തുള്ള കൺസിഡറേഷനുണ്ട്, മെറ്റീരിയൽ എക്സ്പാൻഷൻ കാരണം ഉണ്ടാവുന്ന കൺസിഡറേഷനുണ്ട്. ഇതെല്ലാം കാരണമാണ് ഡി ഈക്വൽ ടു 2D എന്ന് പറയുന്ന ഒരു എംപിരിക് റിലേഷനിലോട്ട് നമ്മൾ എത്തിയത്. ഡി ഈക്വൽ ടു 2D. ഇത് കാണാതെ പഠിക്കേണ്ട ചെറിയൊരു ഇക്വേഷൻ ആണ്. അതായത് ട്വിസ് ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ് എന്താണ് നമ്മുടെ ഹബിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. 24 എ സ്പർ ഗിയർ വിത്ത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡി ഹാസ് നമ്പർ ഓഫ് ടി. ദി മൊഡ്യൂൾ എം ഈസ്, അതായത് ഒരു സ്പർ ഗിയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടീത്ത് പാരലായിരിക്കും ആക്സിസിന്. അതായത് സ്പർ ഗിയറിന്റെ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലായിട്ടായിരിക്കും ടീത്ത് ഉണ്ടാവുന്നത്. അത് തന്നെയാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഇപ്പൊ സ്പർ ഗിയറിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡിയും നമ്പർ ഓഫ് ടീത്ത് ടിയും ആണെങ്കിൽ മൊഡ്യൂൾ എം എന്നാ ചോദ്യം. എം ഈക്വൽ ടു എന്താ? എം ഈക്വൽ ടു പിച്ച് ഡയമീറ്റർ ബൈ നമ്പർ ഓഫ് ടീത്ത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് വെച്ചാൽ എന്താ? ഡയമീറ്റർ എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ mm. നമ്പർ ഓഫ് ടീത്തിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സോ മൊഡ്യൂളിന്റെ യൂണിറ്റ് എന്താ? മില്ലിമീറ്റർ ആണ് മൊഡ്യൂളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയമീറ്റർ ബൈ ടീത്ത് ആണെന്ന് പറഞ്ഞു. എന്താ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, 2 ഗിയർ, ഒരു പിനിയനും ഒരു ലാർജർ ഗിയറും, ഇത് തമ്മിൽ, ഇതിന്റെ ടീത്ത്സ് തമ്മിൽ ഫൈനറായിട്ട് സ്മൂത്തറായിട്ട് മെഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ മൊഡ്യൂൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള പാരാമീറ്ററിനെയാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 2 ഗിയർ ഉണ്ട്. 2 ഗിയറിന്, അതായത് ഇപ്പം 300 പിച്ച് സർക്കിളുള്ള ഒരു ഗിയർ, വലിയ ഗിയർ എന്ന് വിചാരിച്ചോ, 20 ടീത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇതിന്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത്? 15 അല്ലേ? D/T. അതുപോലെ 150 mm ഡയമീറ്റർ ഉള്ള ഗിയർ എന്ന് വിചാരിക്കുക, 10 ടീത്ത് ഉണ്ട്. മൊഡ്യൂൾ എത്രയാ? 15. സോ മൊഡ്യൂൾ സെയിം, 300 മില്ലിമീറ്റർ ഡയമീറ്ററും 20 ടീത്തും ഉള്ള വലിയ ഗിയർ 150 മില്ലിമീറ്റർ ഡയമീറ്ററും 10 ടീത്തും ഉള്ള ഗിയറുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മെഷ് ചെയ്യും. അതെങ്ങനെ പറയുന്നു വെച്ചാൽ അതിന്റെ മൊഡ്യൂൾ എന്താണ്? 15. സെയിം മൊഡ്യൂൾ ആണെങ്കിൽ
അതിൻ്റെ ടീത്ത്സ് തമ്മിൽ ഫൈനറായിട്ട് സ്മൂത്തറായിട്ട് മെഷിങ് നടക്കും. അങ്ങനെ പറയുന്ന ഒരു പാരാമീറ്ററാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താ? പിച്ച് ഡയമീറ്റർ ബൈ നമ്പർ ഓഫ് ടീത്ത്. 25. ലെവിസ് ഇക്വേഷൻ ഇൻ എ സ്പർഗിയർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി. ഓക്കെ, ലെവിസ് ഇക്വേഷൻ എന്ന് പറയും. എന്താ ലെവിസ് ഇക്വേഷൻ? WT ഈക്വൽ ടു സിഗ്മ ബി ബി പൈ വൈ. നമ്മൾ ഡിസൈൻ ഓഫ് ഗിയേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ ഡേറ്റ ബുക്കിൽ നിന്നൊക്കെ എടുത്ത് എഴുതാറുണ്ട്. ഇതിൽ വൈ ആണ് എന്താണ് നമ്മുടെ ലെവിസ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത്, ലെവിസ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ലെവിസ് ഇക്വേഷൻ. ലെവിസ് ഇക്വേഷനിൽ സ്പർഗിയറിന്റെ ലെവിസ് ഇക്വേഷനിൽ എന്താണ് കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. എന്താണ്? ഇതിൽ തന്നെ ഉണ്ട്. ടി എന്ന് പറയുന്നത് ലോഡാണ് അല്ലേ? സിഗ്മ ബി എന്താ? സിഗ്മ എന്താ? സ്ട്രെസ്. നമ്മൾ സാധാരണ സിഗ്മ ബി എന്താ എഴുതുന്നത്? ബെൻഡിങ് സ്ട്രെസ്. ഉണ്ടോ ബെൻഡിങ് സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ ബെൻഡിങ്, ഷിയർ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ ബെൻഡിങ്, ഫാറ്റിക് സ്ട്രെങ്ത് ഇൻ ബെൻഡിങ്. അപ്പൊ നമുക്ക് ആദ്യമേ പറഞ്ഞു ബെൻഡിങ് സ്ട്രെസ് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് ഷിയർ സ്ട്രെസ്സും ഫാറ്റിക് സ്ട്രെസ്സും ഒഴിവാക്കാം. പിന്നെ ഉള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. ഇതിൽ ടെൻസൈൽ എടുക്കോ കംപ്രസീവ് എടുക്കോ? ഓക്കെ, ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ ലെവിസ് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ ഗിയർ ടൂത്തും ഉണ്ടല്ലോ, ഓരോ ഗിയർ ടൂത്തിനെയും ഈ ഗിയർ ഹബിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ബീം കാൻഡിലിവർ ബീം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാൻഡിലിവർ ബീം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ എന്തുണ്ടാവുന്നു? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് വളയുന്നു, ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു. കാൻഡിലിവർ ബീം ബെൻഡ് ചെയ്യുന്നു. മുകളിൽ ലോഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കംപ്രസീവ് ആയിട്ടുള്ള സ്ട്രെസ് ആണോ കൂടുന്നത്, ടെൻസൈൽ ആയിട്ടുള്ള സ്ട്രെസ് ആണോ കൂടുന്നത്? നോക്കാം. ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ലെന്ത് എന്നുണ്ടെങ്കിൽ വളയുന്ന സമയത്ത് ഇവിടുത്തെ ലെന്ത് കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് ലെന്ത് കൂടുകയല്ല, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത് താഴോട്ട്. സോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് എന്താണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എപ്പോഴും കംപ്രസീവ് ഒരു കാൻഡിലിവർ ബീം നമ്മൾ താഴോട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് കംപ്രസീവ് ലോഡിനെക്കാളും ടെൻസൈൽ ലോഡാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് വരുന്നത്. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്ട്രെസ് ഉണ്ടാവുന്നത് മുകളിലാണ്. അതാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. താഴത്തെ ഭാഗത്ത് കംപ്രഷനാണ് നടക്കുന്നത്. കണ്ടോ, അത് കുറച്ചും കൂടി കർവ് ചെയ്ത് ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇതിനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ഇതിങ്ങനെ ആവുന്നു. സെയിം ആണ്, പക്ഷെ ഇത് ഇങ്ങനെ ആവുന്നില്ല. ലെന്ത് കൂടുന്ന പോലെ നമുക്ക് തോന്നും. കംപ്രസ് ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ ലെന്ത് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. സോ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നത് ടെൻസൈൽ സ്ട്രെസ്സിനാണ്. സോ അതുകൊണ്ട് തന്നെ ടെൻസൈൽ സ്ട്രെസ് ഇൻ ബെൻഡിങ് ആണ് എന്താണ് ലെവിസ് ഇക്വേഷൻ ഇൻ എ സ്പർഗിയർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ടെൻസൈൽ സ്ട്രെസ് ഇൻ ദി ബെൻഡിങ്. സോ സിഗ്മ ബി എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്. അത് എന്ത് സ്ട്രെസ് ആണ്? ടെൻസൈൽ ബെൻഡിങ് സ്ട്രെസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് ടെൻസൈലും കംപ്രസീവും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജനറലായിട്ട് പറയാനുള്ള കാര്യം ലെവിസ് ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ഇനി കംപ്രസീവും ടെൻസൈലും എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ആലോചിക്കുക. ഗിയറിന്റെ ടീത്ത് എന്ന് പറയുന്നതിന് നമ്മൾ കാൻഡിലിവർ ബീമായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ ഫിക്സഡ് എൻഡ് എവിടെയാണ്? നമ്മുടെ ഗിയർ ഹബിലാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അവിടെ ലോഡ് വരുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ടെൻസിൽ സ്ട്രെസ് ആണ്. അതായത് അപ്പർ പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. സോ ടെൻസിൽ സ്ട്രെസ് ആണ് കൂടുതൽ. സോ ആൻസർ എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെസ് ഇൻ ബെൻഡിങ് ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ 25 ചോദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ചിലത് നിങ്ങൾ പഠിച്ച രീതി ഇതുപോലെ ആയിരിക്കില്ല. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മളത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ AMVAയുടെ അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. സോ നിങ്ങൾ ഉടനെ തന്നെ എന്താണ് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും സഹകാരി റൈസ് പ്ലസിൽ നമ്മൾ ഒരുക്കുന്നതാണ്. സോ എല്ലാവരും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എന്താണെങ്കിലും എല്ലാവർക്കും ഈ ഒരു എക്സാം ആണെങ്കിലും ഇനി ഭാവിയിലോട്ടുള്ള എന്ത് എക്സാം ആണെങ്കിലും എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഭാവുകങ്ങളും നമ്മൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.